എറണാകുളം ഞാറക്കലിൽ പോളിടെക്നിക് വിദ്യാർത്ഥിയായ അർജുൻ കുമാറിന്റെ മരണത്തിൽ ആശങ്ക. വീട്ടിൽ നിന്നും ഫുട്ബോൾ കളിക്കാനാണെന്ന് പറഞ്ഞിറങ്ങിയ പോളിടെക്നിക് വിദ്യാർത്ഥിയെ കടപ്പുറത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ദുരൂഹതയേറുന്നത്. ഞാറക്കൽ പെരുമ്പള്ളി കമ്മട്ടിക്കാട് അജിത് കുമാറിന്റെ മകൻ അർജുൻ കുമാർ ആണ് മരണപ്പെട്ടത്. 17 വയസ്സായിരുന്നു അർജുന്. മരണത്തിൽ ഓൺലൈൻ ഗെയിമുകൾക്ക് പങ്കുണ്ടെന്ന പ്രാഥമിക നിഗമനങ്ങളെ തള്ളിയ കുടുംബം അർജുൻ മാനസികമായ ഭീഷണി നേരിട്ടിരുന്നതായി ആരോപിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അർജുൻ അവസാനമായി വീട്ടിൽ നിന്നും ഇറങ്ങിയത്. വീട്ടിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് സുഹൃത്തുക്കളോടൊപ്പം ഫുട്ബോൾ കളിക്കാൻ ടർഫിലേക്ക് പോവുകയാണെന്ന് അർജുൻ വീട്ടുകാരോട് പറഞ്ഞത്. ഉടൻ തന്നെ മടങ്ങിയെത്തുമെന്ന് ഉറപ്പ് നൽകി വീട്ടിൽ നിന്നിറങ്ങിയ അർജുന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികമായി ഒന്നുമെന്ന് ആർക്കു തോന്നിയിരുന്നില്ല. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ പഠന തിരക്കുകൾക്കിടയിലും കായിക വിനോദങ്ങളിൽ താല്പര്യം കാണിച്ചിരുന്ന വിദ്യാർത്ഥിയായിരുന്നു അർജുൻ. എന്നാൽ സാധാരണ മടങ്ങി വരാറുള്ള സമയം കഴിഞ്ഞിട്ടും അർജുൻ വീട്ടിലെത്താതിരുന്നതോടെ കുടുംബാംഗങ്ങൾ ആശങ്കയിലായി. സുഹൃത്തുക്കളെയും സഹപാഠികളെയും ബന്ധപ്പെട്ടെങ്കിലും അർജുനെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല. തുടർന്ന് വൈകുന്നേരത്തോടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കാണാതായ അർജുനെ കണ്ടെത്താൻ പോലീസ് വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചു. ഇതിനിടയിലാണ് മാലിപ്പുറം ചാപ്പക്കടപ്പുറത്തെ CCTV ദൃശ്യങ്ങളിൽ അർജുൻ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തെരച്ചിൽ തുടരുന്നതിനിടെ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ എളങ്കുന്നപ്പുഴ കടപ്പുറത്ത് ഒരു മൃതദേഹം അടിഞ്ഞതായും വിവരം ലഭിച്ചു. ബന്ധുക്കളെത്തി മൃതദേഹം അർജുന്റേതാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. സാധാരണ നിലയിൽ വീട്ടിൽ നിന്നും അധികം ദൂരേക്ക് ഒറ്റയ്ക്ക് പോകാത്ത അർജുൻ എന്തിന് ഇത്രയും ദൂരെയുള്ള കടപ്പുറത്തേക്ക് പോയി എന്നതും അവിടെ വെച്ച് എന്ത് സംഭവിച്ചു എന്നതുമാണ് ഇപ്പോൾ പോലീസും കുടുംബവും ഒരുപോലെ അന്വേഷിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ശേഖരിച്ച മാലിപ്പുറം ചാപ്പക്കടപ്പുറത്തെ CCTV ദൃശ്യങ്ങൾ സംഭവത്തിൽ കൂടുതൽ ദുരൂഹത കൊണ്ടുവരുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ അർജുൻ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് വ്യക്തമാണ്. എന്നാൽ നടന്നു പോകുന്നതിനിടയിൽ കയ്യിലുള്ള മൊബൈൽ ഫോൺ പരിശോധിച്ച അർജുൻ പെട്ടെന്ന് അതീവ അസ്വസ്ഥനാകുന്നത് ദൃശ്യങ്ങളിൽ കാണാമെന്നും ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഫോണിൽ വന്ന ഏതെങ്കിലും സന്ദേശമോ കോളോ ആകാം അർജുനെ പെട്ടെന്ന് ഇത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചതെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. അർജുന്റെ സാധാരണ സ്വഭാവ രീതി വെച്ച് നോക്കുമ്പോൾ ഈ യാത്ര തികച്ചും അസ്വാഭാവികമാണെന്നും ബന്ധുക്കൾ പറയുന്നു. വീട്ടിൽ നിന്നും തൊട്ടടുത്തുള്ള കടയിലേക്ക് പോലും ഒറ്റയ്ക്ക് പോകാൻ മടിച്ചിരുന്ന അർജുൻ കത്തുന്ന വേലിയിൽ 3 കിലോമീറ്ററോളം ദൂരെ നടന്ന് കടപ്പുറത്തെത്തിയത് വിശ്വസിക്കാനാവുന്നില്ലെന്നാണ് അവർ പറയുന്നത്. ആരുടെയെങ്കിലും നിർബന്ധത്തിനോ ഭീഷണിക്കോ വഴങ്ങിയാണോ അവൻ അത്രയും ദൂരം നടന്നതെന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നു. മരണം ആത്മഹത്യയാണെന്ന് പോലീസ് സംശയിക്കുമ്പോഴും അതിലേക്ക് നയിച്ച കാരണമാണ് ചർച്ചയാകുന്നത്. അർജുൻ ഏതെങ്കിലും ഓൺലൈൻ ഗെയിം ടാസ്കിന്റെ ഭാഗമായാണോ കടലിൽ ചാടിയെന്ന സംശയം പോലീസ് ഉയർത്തിയിരുന്നു. എന്നാൽ ഇതിനെതിരെ കുടുംബം രംഗത്ത് വന്നു. അർജുന് സ്വന്തമായി ബാങ്ക് അക്കൗണ്ടോ ഗൂഗിൾ പേയോ ഇല്ല. പണം ആവശ്യമുള്ള ഓൺലൈൻ ഗെയിമുകളിൽ അവൻ കുടുങ്ങാൻ സാധ്യതയില്ല. എല്ലാ മരണങ്ങളും ഓൺലൈൻ ഗെയിം ആസക്തിയുടെ പേരിൽ കെട്ടിവെക്കരുത്. മറ്റാരോ നൽകിയ മാനസിക സമ്മർദ്ദമാണ് അവനെ അതിലേക്ക് നയിച്ചതെന്നാണ് അർജുന്റെ ബന്ധുക്കൾ പറയുന്നത്.